ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഗെയിമിന്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ ഗെയിമിനകത്ത് പുതിയ പ്ലേയേഴ്സും അതുപോലെ ഇവന്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നോക്കുന്ന സമയത്ത് നമ്മുടെ ഗെയിമിനകത്ത് പുതിയൊരു പാക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള ഒരു പാക്ക് എന്ന് പറയുന്നത് ഈ നൈജീരിയ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പാക്കാണ്. അപ്പോൾ ഇതിനകത്ത് 3 പ്ലേയേഴ്സിനെ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു പ്ലെയറിന് 3 സ്കില്ലാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കി നോർമൽ പോലെ 2 സ്കില്ല് വെച്ച് 2 പ്ലേയേഴ്സിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ പ്ലേയേഴ്സ് നോക്കുന്ന സമയത്ത് ജെ ഒക്കോച്ച എന്ന് പറഞ്ഞിട്ടൊരു പ്ലെയർ ഉണ്ട്. നൈജീരിയയിലെ ഒരു ടോപ്പ് ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ് ആള്. ക്രിയേറ്റീവ് പ്ലേ മേക്കർ ആണ്. 3 സ്കില്ല് കൊടുത്തിട്ടുണ്ട്. മൊമെന്റം ഡ്രിബ്ലിങ്ങും ഫിനോമിനൽ പാസ് മാഗ്നറ്റിക് ഫിറ്റ്, ഈ 3 സ്കില്ലാണ് ആ ഒരു പ്ലെയറിനെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ കാനോ എന്ന് പറഞ്ഞിട്ടൊരു പ്ലെയർ ഫിനോമിനൽ ഫിനിഷിങ്ങും ബുള്ളറ്റ് ഹെഡറും CF ആണ്. ഡീപ് പ്ലേയിങ് ഫോർവേഡ് ആണ് ആള് പ്ലേയിങ് സ്റ്റൈൽ വരുന്നത്. പിന്നെ ഒരു RWF റൈറ്റ് വിങ് ഫോർവേഡ് ഒക്കെ വേണമെന്നുള്ള ഒരു നല്ല സ്പീഡി ആയിട്ടുള്ള പ്ലെയർ വേണമെന്നുള്ളവരൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ടോപ്പായിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യാതെ തന്നെ ആൾക്ക് 91 സ്പീഡ് ഉണ്ട്. പിന്നെ എഡ്ജ് ബൂസ്റ്റർ ആണ് വരുന്നത് ആൾക്ക്. അപ്പോൾ 6+ ഒക്കെ സ്പീഡിന് ബൂസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ സ്പീഡി ആയിട്ടുള്ള ഒരു റൈറ്റ് വിങ് ഫോർവേഡ് ഒക്കെ വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലെയറിനെ സൈൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ മെയിൻ ആയിട്ട് വന്നൊരു പാക്കായിട്ട് പറയാനായിട്ടുള്ളത്. പിന്നെ ഒരു ജെ ലീഗിന്റെ ഒരു പാക്ക് ഉണ്ട്. അപ്പൊ ഈ ഒരു 3 പ്ലേയേഴ്സ് ആണ് ജെ ലീഗിന്റെ ഈ ഒരു പാക്കായിട്ട് ഇന്ന് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നോക്കുന്ന സമയത്ത് ഒരു ഗോൾ കീപ്പർ കസ്റ്റേഴ്സിന്റെ ഒരു കാർഡ് നിങ്ങൾക്ക് 200 രൂപ കുറച്ച് സ്റ്റാർട്ടർ പാക്കായിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഷോപ്പിനകത്ത് കയറി നിങ്ങൾക്ക് പർച്ചേസ് എടുക്കാവുന്നതാണ്. കീപ്പർ ഒന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ, നല്ല കീപ്പർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് 200 രൂപ കൊടുക്കണമെന്നേ ഉള്ളൂ. 100 കോയിനും പിന്നെ 3 ഹൈലൈറ്റ് പ്ലേയേഴ്സും ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ, നല്ല കീപ്പറൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. പിന്നെ കോയിൻ ഓഫറും കാര്യങ്ങളൊക്കെ ഇനിയും 6 ദിവസം കൂടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ പാക്കൊക്കെ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും കോയിൻ ഓഫറൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്ത് വെച്ചോ. പിന്നെ പറയാനായിട്ടുള്ളത് മൺഡേ വരുന്ന പാക്കാണ് ഗൈസ്. അപ്പോൾ മൺഡേ വരുന്ന പാക്ക് ഞാൻ എന്തായാലും സ്ക്രീനിൽ കാണിക്കാം. അത്യാവശ്യം ടോപ്പ് ആയിട്ടുള്ള ഒരു പാക്ക് തന്നെയാണ് മൺഡേ അവർ കൊണ്ടുവരാനായിട്ട് പോകുന്നത്. മൺഡേ വരുന്ന പാക്ക് നെസ്റ്റ, മാൽഡീനി, കെന്നവാരോ, ഇറ്റലിയുടെ ടോപ്പ് ആയിട്ടുള്ള 3 CB പ്ലേയേഴ്സിനെ തന്നെയാണ് കൊണ്ടുവരുന്നത്. മാൽഡീനിക്ക് അവർ എല്ലാ തവണയും LB കാർഡാണ് സാധാരണ അവർ കൊണ്ടുവരുന്നത്. പക്ഷെ ഈ തവണ CB ബിൽഡപ്പ് ആയിട്ടാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ടോപ്പ് ആയിട്ടുള്ള ഒരു പാക്ക് തന്നെയാണ് മൺഡേ വരുന്ന പാക്ക്. അപ്പോൾ ആരും മിസ്സാക്കണ്ട. നിങ്ങൾക്ക് മിസ്സായി കഴിഞ്ഞ തവണ വന്ന പ്ലേയേഴ്സ് ഒക്കെ മിസ്സായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു പാക്ക് നിങ്ങൾ മിസ് ചെയ്യേണ്ട. കാരണം ഈ തവണ കൊണ്ടുവരുന്നത് മറ്റേ ഫ്ലൂയിഡ് ഫോർമേഷനൊക്കെ കളിക്കുന്ന സമയത്ത് നമുക്ക് ഡിഫൻസ് ഒക്കെ പൊട്ടുന്ന ആ ഒരു സാഹചര്യം വരുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഇത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാക്ക് അവർ സെറ്റായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അതും ഗെയിമിനകത്ത് ടോപ്പ് ആയിട്ടുള്ള ഒരു പാക്ക് തന്നെയാണ് ഈ ഒരു പാക്ക് പ്ലേയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ട് ഇന്നത്തെ അപ്ഡേറ്റ് കഴിഞ്ഞ് നമ്മുടെ ഗെയിമിനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ പിന്നെ ഇവന്റ്സ് നോക്കുന്ന സമയത്ത് ഇവന്റ്സിനകത്ത് നാഷണൽ ടീംസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇവന്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അൺലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് PvPനകത്ത് ഒരു ഇവന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇവന്റ് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് മെയിനായിട്ട് ഇന്ന് നമ്മുടെ അപ്ഡേറ്റ് കഴിഞ്ഞ് ഗെയിമിനകത്ത് വന്നിട്ടുള്ളത്. പിന്നെ മാനേജർ പാക്ക് പറയാനായിട്ട് മാനേജർ പാക്ക് ഒന്നും വന്നിട്ടില്ല. അപ്പൊ എന്തായാലും ഇനി വരുന്ന സമയത്തൊക്കെ ഇനി അടുത്ത അപ്ഡേറ്റിലൊക്കെ മാനേജർ പാക്ക് ഒക്കെ അവർ എന്തായാലും കൊണ്ടുവരും. കാരണം ഇപ്പോൾ നമ്മുടെ ഗെയിമിനകത്ത് ഒറ്റ മാനേജറെ ഉള്ളൂ. 2027 അപ്ഡേറ്റ് കഴിഞ്ഞ ഒറ്റ മാനേജർ അവർ കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പൊ എന്തായാലും ഇനി നല്ല മാനേജറും കാര്യങ്ങളൊക്കെ എന്തായാലും വരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് ചെയ്തോ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.